ഓ, നിന്റെ ഒരു കാര്യം. ഇവിടെയുള്ള എല്ലാം അങ്ങ് തട്ടിമറിച്ചിടുവോ? കഴിഞ്ഞ ആഴ്ച തന്നെ നീ 3 ഗ്ലാസ്സാ പൊട്ടിച്ചത്. ചെറിയമ്മ, അത് ഞാൻ കണ്ടില്ല. പെട്ടെന്ന് തട്ടി വീഴാൻ പോയപ്പം സംഭവിച്ചതാ. നീ കാണൂല? നിനക്കൊന്ന് പതിയെ വന്നൂടെ? അതെങ്ങനാ? 1.25 വെച്ച് ഓട്ടമല്ലേ? ഇവിടെ 2 കാലുള്ളവര് പതിയെ നടക്കുന്നേ, അതിന്റെ ഇടയ്ക്ക് അവളുടെ 1.25 വെച്ചുള്ള ഒരു ഓട്ടം. നീ ഒറ്റ ഒരാളാ ഇവിടുത്തെ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നത്. ഞാൻ പയ്യെ ചെറിയമ്മ വന്നത്. ഇതിലെ വന്നപ്പം ഇവിടെ ഇച്ചിരി വെള്ളം കിടപ്പുണ്ടായിരുന്നു. അതിൽ തെന്നി വീഴാൻ പോയപ്പം പെട്ടെന്ന് വീഴാതിരിക്കാൻ ചാടി പിടിച്ചതാ. അങ്ങനെ താഴെ പോയതാ ചെറിയമ്മ. നീ വീണാലും കുഴപ്പമില്ലായിരുന്നു. എന്റെ സാധനങ്ങളൊന്നും നശിക്കത്തില്ലായിരുന്നല്ലോ. ശല്യം. അവിടെ എങ്ങനെ മാറിയിരി. സോറി ചെറിയമ്മ. അവളുടെ ഒരു സോറി. എന്താ ഭാനുമതി, ഒരു സൗണ്ട് കേട്ടത്? ഒന്നും പറയണ്ട എന്റെ ബീനെ. ആ 1.25 എന്റെ പുതുപുത്തൻ പാത്രം തട്ടിപ്പൊട്ടിച്ചതാ. അവൾക്ക് വല്ലതും അറിയണോ? അവൾക്ക് ഇവിടെ പാത്രം തട്ടിപ്പൊട്ടിച്ചങ്ങ് നടന്നാ പോരെ? ബാക്കിയുള്ളവരല്ലേ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നേ. പോട്ടടി, നീ ഒന്ന് പയ്യെ പറ. വയ്യാത്ത കൊച്ചല്ലേ, അത് കേക്കും. വയ്യാത്ത കൊച്ച്. അവളുടെ കയ്യിലിരിപ്പോ, അവളുടെ തലവട്ടം കണ്ടപ്പോ അവളുടെ തള്ള അങ്ങ് പോയി. അതിന്റെ ഇടയ്ക്ക് തന്ത അവളിവിടെ കൊണ്ടുവിട്ടിട്ട് തന്ത അങ്ങോട്ടേക്ക് പോയി. ഇതുവരെ തിരിച്ചു നോക്കിയിട്ടില്ല. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ദൈവത്തിന് മാത്രം അറിയാം. പിന്നെ അവസാനം ബാധ്യത ആർക്കാ? നമുക്ക്. അതിനൊക്കെയുള്ള പുണ്യമൊക്കെ നിനക്ക് കിട്ടും ഭാനുമതി. പിന്നെ നിനക്ക് ആ കൊച്ചിനെ അങ്ങ് കെട്ടിച്ചു വിടാൻ മേലായിരുന്നോ? അതിനൊരു ജീവിതമാകുമല്ലോ. നല്ല കഥ. ഈ ഞൊണ്ടിക്കാലിക്കൊക്കെ ആര് ചെക്കനെ തരാനാ? ഈ ഞൊണ്ടിക്കാലിനെയൊക്കെ ആര് കെട്ടാനാ? ഈ ഞൊണ്ടിക്കാലിക്കുള്ള ചെക്കനെയൊക്കെ ഞാൻ എവിടെ പോയി തപ്പി പിടിക്കാനാ? അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും കുറവുള്ള ചെക്കനെയൊക്കെ കണ്ടുപിടിക്കണം. അതിനൊക്കെ ഇനിയിപ്പം ഞാൻ എവിടെ പോവാനാ? ഈ ബാധ്യത നമുക്ക് ചുമക്കാനാ യോഗം. അവള് തിന്നു മുടിപ്പിക്കുന്നതിന് കൈയും കണക്കുമില്ല. പാവം. അതിന്റെ ഒരു വിധി. മര്യാദയ്ക്കൊന്ന് ജോലിക്ക് പോകാൻ പോലും പറ്റില്ലല്ലോ. ഓ നാശം. രാവിലെ കോളേജിൽ പോകാൻ ഇറങ്ങുമ്പോ കറക്റ്റ് ഫ്രണ്ടിൽ തന്നെ അങ്ങ് വന്ന് നിന്നോണം. നിന്റെ 1.25 കണ്ടിട്ട് പോയാ പിന്നെ അന്നത്തെ ദിവസം പോക്കാം. ഇവള് മനഃപൂർവ്വം വന്ന് നിന്നതായിരിക്കും മോളെ, നിന്റെ ദിവസം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. നിക്കണം നോക്ക്. മനഃപൂർവ്വം ഒന്നുമല്ല ചെറിയമ്മേ. ഞാൻ എന്റെ റൂമിലോട്ട് പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ പ്രിയമോള് വാതില് തുറന്നു വന്നത്. ഞാൻ കോളേജിൽ പോകാൻ ഇറങ്ങുന്ന സമയം നിനക്കറിയാലോ. ഇത് മനഃപൂർവ്വം തന്നെയാ. നാളെ തൊട്ട് ഈ സമയത്ത് എന്റെ റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നേക്കരുത്. പറഞ്ഞേക്കാം. അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. ശരി മോളെ. ദേടി, നിന്റെ ക്രഷ് രാഹുൽ അവിടെ നിപ്പുണ്ട്. ഞാൻ എത്ര നാളായിന്നറിയോ അവനെ നോക്കാൻ തുടങ്ങിയിട്ട്. അവനാണെങ്കിൽ എന്നെ നോക്കി ഒന്ന് ചിരിക്കണ പോലും ഇല്ല. എന്തൊരു ഭംഗിയാടി അവനെ കാണാൻ. ആരായാലും ഒന്ന് നോക്കി നിന്ന് പോകും. ആ, അവനെ കെട്ടുന്ന പെണ്ണിന്റെയൊക്കെ ഒരു ഭാഗ്യം. നീ നോക്കിക്കോ, ഞാൻ തന്നെ അവനെ എങ്ങനെയെങ്കിലും വളച്ചെടുക്കും മോളെ. ഉവ്വ, നടന്നത് തന്നെ. നടക്കും. നീ നോക്കിക്കോ. എങ്കിൽ നമുക്ക് നോക്കാം. ഡി, നാളെ എന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. നീ നിന്റെ റൂമിൽ തന്നെ ഇരുന്നോണം. നാളെ എങ്ങാനും അവരുടെ ഫ്രണ്ടിലോട്ടെങ്ങാനും നീ വന്നാ. ഇല്ല പ്രിയമോളെ, ഞാൻ എന്റെ റൂമിൽ തന്നെ ഇരുന്നോളാം. എന്നാ നിനക്ക് കൊള്ളാം. ഡി പ്രിയേ, നിന്റെ വീടൊക്കെ സൂപ്പർ ആണല്ലോ. നിന്റെ റൂമും കൊള്ളാം. എല്ലാം എന്റെ അമ്മയുടെ പ്ലാനാ. അല്ല, ഈ റൂം എന്താ പൂട്ടിയിട്ടിരിക്കുന്നേ? ഇതൊന്ന് തുറന്നേ കാണട്ടെ. എടി, ആ റൂം തുറക്കണ്ട. അതിനകത്ത് ചുമ്മാ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഡംപ് ചെയ്തേക്കുന്ന പ്ലേസാ. കുറച്ച് നാളായി അത് തൂത്തിട്ട്. ഇപ്പൊ എങ്ങാനും തുറന്ന മൊത്തം പൊടിയായിരിക്കും. ആണോ? എന്നാ വേണ്ട. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. നാളെ കാണാം. ഓക്കെ ഡി, ബൈ. ഓക്കെ ബൈ. ഡി, നീ ഇനി വേണമെങ്കിൽ പുറത്തിറങ്ങിക്കോ.
എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോയി. നിന്നെ എങ്ങാനും എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ കണ്ടിരുന്നെങ്കിലേ എന്റെ വീട്ടിലൊരു ഞൊണ്ടിക്കാലും ഉണ്ടെന്നറിഞ്ഞാ എനിക്ക് നാണക്കേടാ. നീ എന്തായാലും പുറത്തിറങ്ങാത്ത നന്നായി. എന്റെ കുറ്റം കൊണ്ടല്ലല്ലോ പ്രിയമോളെ ഞാൻ ഇങ്ങനെയായി പോയത്. എന്തൊക്കെ പറഞ്ഞാലും ഞൊണ്ടി എന്ന് ഞൊണ്ടി തന്നെയാ. ഡാളിയ, നീ എന്താ ഈ ഫോണും നോക്കിയിരിക്കുന്നത്? ആ ഞുണ്ടിക്കാലയുടെ ഫോട്ടോയും നോക്കി ഇരിക്കുവായിരിക്കും. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ രാഹുലെ? എടാ സൂരജെ, നീ സൂക്ഷിച്ച് സംസാരിച്ചോ. വെറുതെ ഞുണ്ടിന്നൊന്നും വിളിച്ച് നീ കളിയാക്കാൻ നിക്കണ്ട. ഓ, ഞാൻ അറിയാതെ വിളിച്ചു പോയതാ അളിയ, അങ്ങ് ക്ഷമിക്ക്. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? എടാ, ഞങ്ങള് കളിക്കൂട്ടുകാരായിരുന്നു. ഇവളുടെ അച്ഛൻ ഇവൾക്ക് 10 വയസ്സുള്ളപ്പം ഉപേക്ഷിച്ചിട്ട് പോയതാ. ഇവളിപ്പം ഇവളുടെ ചെറിയമ്മയുടെ വീട്ടിലാ. ഭയങ്കര കഷ്ടത്തിലാ അവിടെ. ഞങ്ങള് തമ്മില് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. ഇനി ഡിഗ്രി ഒന്ന് കഴിഞ്ഞ് നല്ലൊരു ജോലിയൊക്കെ സെറ്റ് ആയിട്ട് വേണം അവളിന്ന് പ്രപ്പോസ് ചെയ്യാൻ. കാര്യം നിന്റെ കളിക്കൂട്ടുകാരിയൊക്കെ തന്നെയാ. പക്ഷെ അളിയ, നിനക്ക് നല്ല പെങ്കൊച്ചിനെ കിട്ടത്തില്ലേടാ. എനിക്ക് അവള് തന്നെ മതി. പിന്നെ നമ്മുടെ ഈ കാണുന്ന കൈക്കും കാലിന് എപ്പ വേണേലും എന്തും സംഭവിക്കാം. ഇത് സ്ഥിരമൊന്നുമല്ല. പിന്നെ അവളുടെ മനസ്സ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കത് മതി. നമ്മളെപ്പോഴും പുറമേ കാണുന്ന സൗന്ദര്യത്തിനല്ല സ്നേഹിക്കേണ്ടത്. അത് നിനക്ക് പിന്നീട് മനസ്സിലാവും. നമ്മളില്ലേ, അറിയാതെ പറഞ്ഞു പോയതാ. വാ, ക്ലാസ്സിൽ കയറാം. ഓ നാശം, ആ ഞുണ്ടിക്കാലിയുടെ ഫോണാണല്ലോ അടിക്കുന്നത്. അവളിത് എവിടെ പോയി കിടക്കുവാ? ഞാൻ നോക്കാം അമ്മേ. ഈ ഒന്നരക്കാലിനെയൊക്കെ ആരാണാവോ വിളിക്കുന്നത്? ഇത് രാഹുലിന്റെ നമ്പർ അല്ലേ? രാഹുൽ എന്താ അവളെ വിളിക്കുന്നേ? അവളും രാഹുലും തമ്മിൽ എന്ത് ബന്ധം? ആ ഫോണിങ് ഇതാ പ്രിയമോളെ. നിനക്ക് എങ്ങനെയാടി രാഹുലിനെ പരിചയം? അവൻ എന്തിനാ നിന്റെ ഫോണിലോട്ട് വിളിക്കുന്നത്? രാഹുൽ എന്റെ ഫ്രണ്ടാ പ്രിയമോളെ, എന്റെ കളിക്കൂട്ടുകാരനാ. അവൻ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. രാഹുൽ നിന്റെ കളിക്കൂട്ടുകാരനോ? നിന്നെയൊക്കെ ഫ്രണ്ടാക്കാൻ മാത്രം അത്രയ്ക്ക് അധപതിച്ചോ അവൻ? ദേ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവൻ എന്റെയാ, എന്റെ മാത്രം. നീയൊന്നും അവന്റെ അടുത്ത് പോലും വരത്തില്ല. ഇനി അവൻ വിളിക്കുമ്പോ ഫോണെങ്ങാനും അറ്റൻഡ് ചെയ്താ എന്റെ സ്വഭാവം നിനക്കറിയാലോ. ശരിയാക്കും നിന്നെ ഞാൻ. പ്രിയമോൾ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ എന്റെ ഒരേ ഒരു ഫ്രണ്ടാ, എന്റെ ഒരേ ഒരു കളിക്കൂട്ടുകാരനാ. അവൻ മാത്രം എന്നെ വിളിക്കാറുള്ളൂ. അതൊന്നും എനിക്കറിയണ്ട. ഇനി നീ അവനെ വിളിച്ചാ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, കേട്ടല്ലോ? പ്രിയെ, എനിക്ക് പ്രിയോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്നോടോ? പിന്നെന്താ? നമുക്കൊന്ന് അങ്ങോട്ടേക്ക് മാറി നിന്നാലോ? ഇപ്പൊ വരാം. നീ മായേ, നീ നോക്കിക്കോ. രാഹുൽ ഇപ്പൊ എന്നെ ഇഷ്ടാന്ന് പറയും. ഞാൻ പോയിട്ട് വരാം. നീ എന്നോട് പറഞ്ഞതുപോലെ അവൻ ഇത്ര വേഗം കറക്കി എടുത്തോടി. എന്തായാലും കൊള്ളാം. പോയിട്ട് വാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഡി. എടി ഞൊണ്ടി, അമ്മേ, അവൾ അവിടെ, ആ ഞൊണ്ടിക്കാരി അവിടെ. എന്താ മോളെ, എന്താ കാര്യം? ആ, വന്നല്ലോ. അമ്മേ, തേ ഇവള് എന്റെ രാഹുലിനെ തട്ടിയെടുക്കാൻ നടക്കുവാ. പ്രിയമോൾ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, രാഹുൽ ഇന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു. അവന് ഒരാളെ ഇഷ്ടമാന്ന്. ആരാണെന്ന് അറിയോ അമ്മയ്ക്ക്? ഈ ഞൊണ്ടിക്കാലിനെ. ഈ ഞൊണ്ടിക്കാലിനെ മാത്രമേ അവൻ വിവാഹം കഴിക്കുള്ളെന്ന്. അതുകൊണ്ട് ഞാനൊരു ശല്യമായിട്ട് അവരുടെ ലൈഫിലോട്ട് വരരുതെന്ന് അമ്മേ എന്നോട് അവൻ ഇന്ന് വിളിച്ച് പറഞ്ഞത്. ഇന്നലെ ഇവിടെ നടന്ന എല്ലാ സംഭവം ഇതേ ഈ ഞൊണ്ടിക്കാലി അവനെ വിളിച്ച് പറഞ്ഞു കൊടുത്തേക്കുന്നു. ദൈവമേ, അവൻ എന്ത് കണ്ടിട്ടാ മോളെ ഈ ഒന്നരക്കാലിനെയൊക്കെ പ്രേമിക്കാൻ നടക്കുന്നത്? അവന്റെ മുഖത്ത് എന്താ കണ്ണില്ലേ? ആർക്കറിയാം അമ്മേ. അമ്മേ, ദേ ഇവളെ ഈ വീട്ടിൽ നിന്ന് വേഗം ഇറക്കി വിട്ടോ, ഇല്ലെങ്കിൽ ഞാനിപ്പോ ഇവളെ കൊല്ലും. അവളെ തൊട്ടാ പിന്നെ നിന്റെ കൈ അവിടെ കാണത്തില്ല. അച്ഛാ, ആ വന്നല്ലോ. ഞുണ്ടിക്കാലയുടെ തന്താന്ന് പറഞ്ഞ ആളിങ്ങെത്തിയല്ലോ. എവിടായിരുന്നു മനുഷ്യ നിങ്ങൾ ഇത്രയും കാലം?
ഈ ഞൊണ്ടിക്കാലിക്ക് നിങ്ങളുടെ പുന്നാര മോൾക്ക് തിന്നാൻ കൊടുത്ത് ഈ വീടങ്ങ് മുടിഞ്ഞു. നിങ്ങളെന്റെ മോളെ ഇത്രകാലം നോക്കിയതിന് വളരെയധികം നന്ദിയുണ്ട്. പക്ഷേ കുറച്ചു നേരം കൊണ്ട് എനിക്ക് മനസ്സിലായി എന്റെ മോൾ ഇത്രയും കാലം എങ്ങനെ ഇവിടെ ജീവിച്ചെന്ന്. ഈ ഞാൻ കാരണോ എന്റെ കുഞ്ഞ് ഇത്രയും നാളും ഇവിടെ കിടന്ന് കഷ്ടത അനുഭവിക്കേണ്ടി വന്നത്. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട മോളെ. മോളി അച്ഛന്റെ കൂടെ വാ. ഇനി ഒരിക്കലും മോളെ ഉപേക്ഷിച്ച് അച്ഛൻ പോകത്തില്ല. ചെയ്ത തെറ്റിനൊക്കെ മോളി അച്ഛനോട് ക്ഷമിക്കണം. എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കൊണ്ട് തന്നെ ഈ അച്ഛൻ വിവാഹം കഴിപ്പിക്കും. അതിനിവിടെ തടയിടാൻ ആരാ വരുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോൾ എന്തൊക്കെ സാധനങ്ങൾ എടുക്കാനുള്ളതെന്ന് വെച്ചാ അതൊക്കെ എടുത്തിങ്ങ് വാ. അച്ഛൻ നമ്മുടെ പഴയ വീട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്.